ഹായ് സാന്ത്വനത്തിൽ അങ്ങനെ ധർമ്മനും ബാലനും അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളിക്കുകയാണ്. ഗോമതി സ്റ്റോഴ്സിനെ തോൽപ്പിക്കാൻ ഇന്ദിര സ്റ്റോഴ്സിന് ഒരിക്കലും കഴിയില്ല. കൂടിപ്പോയാൽ ഒരു മാസം, അതിൽ കൂടുതൽ നിന്റെ കട അവിടെ കാണില്ല എന്ന് ബാലൻ പറയുമ്പോൾ, ഇതുവരെ ഈ നിമിഷം വരെ ഇന്ദിര സ്റ്റോഴ്സ് നടത്താനുള്ള ഒരു ഉദ്ദേശവും എനിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇനി ഞാൻ എൻ്റെ കട നടത്തും. അളിയൻ തന്ന ആ ഒരു മാസം തന്നെ എനിക്ക് ധാരാളമാണ്. ഞാൻ കച്ചവടം പൊടി പൊടിക്കും എന്നൊക്കെ ധർമ്മൻ തിരിച്ചും വെല്ലുവിളിക്കുകയാണ്. അതായത് ആ ഒരു മാസത്തിൽ കൂടുതൽ കട അവിടെ കാണില്ല എന്ന് പറഞ്ഞല്ലോ, ആ ഒരു മാസം കൊണ്ട് ഗോമതി സ്റ്റോഴ്സ് പൂട്ടിക്കും എന്നാണ് ധർമ്മൻ ഉദ്ദേശിച്ചത്. അങ്ങനെ വെല്ലുവിളിയൊക്കെ നടത്തി ധർമ്മൻ തിരിച്ച് ഇന്ദിര സ്റ്റോഴ്സിൽ പോയിട്ട് അവിടെ പോയി എല്ലാവരോടും ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതേസമയം ഇവിടെ വീട്ടിൽ ഗോമതി മീനുവിനോടും മിത്രയോടൊക്കെ പറഞ്ഞ് കരയാണ് കേട്ടോ. ധർമ്മൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞങ്ങൾ അവനെ ഒരുപാട് സ്നേഹിച്ചു, അവനെ വിശ്വസിച്ചു, അവനെ മനസ്സിലാക്കി. അതുപോലെ അവൻ തിരിച്ച് സ്നേഹിച്ചില്ല, തിരിച്ച് ഞങ്ങളെ വിശ്വസിച്ചില്ല, തിരിച്ച് ഞങ്ങളെ മനസ്സിലാക്കിയില്ല എന്നൊക്കെയാണ് ഗോമതി പറയുന്നത്. ശരിക്കും ആരെയാണ് മനസ്സിലാക്കാത്തത്? എന്തായാലും ധർമ്മൻ ഇവരെ വിശ്വസിച്ചതുപോലെയും മനസ്സിലാക്കിയതുപോലെയും ഇവർ ഉറപ്പായിട്ടും ധർമ്മനെ മനസ്സിലാക്കിയിട്ടില്ല, ഒരിക്കലും വിശ്വസിച്ചിട്ടുമില്ല. അതാണ് സത്യം. ഇതൊക്കെ നേരെ തിരിച്ചാക്കിയിട്ട് ഗോമതി ധർമ്മൻ എന്തോ അപരാധം ചെയ്തതുപോലെയൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. അങ്ങനെ ഗോമതി പറഞ്ഞ് കരയുന്നൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഇന്ദിര സ്റ്റോഴ്സിൽ ധർമ്മനും സുകന്യയും രണ്ടുപേരും കൂടെ ഇരുന്ന് കച്ചവടമൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഒരു കസ്റ്റമർ ഇവരുടെ കടയിൽ കയറി വരികയാണ്. എന്നിട്ട് അതൊരു നാട്ടുകാരനാണ് കേട്ടോ. അപ്പോൾ ആ നാട്ടുകാരൻ ഇങ്ങനെ ധർമ്മനോട് ചോദിക്കുകയാണ്, ആ ധർമ്മ, നിന്റെ ആയിരുന്നു ഈ കട? കൊള്ളാലോ, അപ്പുറത്ത് അളിയന്റെ ഗോമതി സ്റ്റോഴ്സിലായിരുന്നല്ലോ ധർമ്മന് ജോലി. ഇപ്പൊ പുതിയ കടയൊക്കെ ഇട്ടൂലേ, സ്വന്തമായിട്ട് ബിസിനസ് ഒക്കെ തുടങ്ങി. കൊള്ളാം. എന്നാലും എന്തെങ്കിലും സാധനം വാങ്ങിക്കാനുണ്ടാവുമ്പോൾ നാട്ടുകാർക്ക് ഉടനെ ഗോമതി സ്റ്റോഴ്സിലേക്ക് ഓടി പോകാനാണ് തോന്നുന്നത്. വർഷങ്ങളായിട്ട് നാട്ടുകാർക്ക് ഗോമതി സ്റ്റോഴ്സിനോട് ഒരു വിശ്വാസം ഉണ്ടല്ലോ, അതായിരിക്കും കാരണം എന്ന് പറയുമ്പോൾ സുകന്യ പറയണ, ചേട്ടൻ വിഷമിക്കണ്ട, എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കാൻ തോന്നുമ്പോൾ ഇന്ദിര സ്റ്റോഴ്സിലേക്ക് വന്നാലും മതി. ഗോമതി സ്റ്റോഴ്സിലും ഇന്ദിര സ്റ്റോഴ്സിലും ഇരിക്കുന്നത് ഒരേ സാധനങ്ങൾ തന്നെയല്ലേ? ഗോമതി സ്റ്റോഴ്സിന്റെ മറ്റൊരു ബ്രാഞ്ചാണ് ഇന്ദിര സ്റ്റോഴ്സ്. പിന്നെന്താ ചേട്ടാ, ഗോമതി സ്റ്റോഴ്സ് എപ്പോഴും ഇങ്ങനെ ചെറിയ കടയായിട്ട് തന്നെ ഇരിക്കണമെന്നാണോ? കട വലുതാക്കണ്ടേ? അപ്പുറത്ത് സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഇപ്പുറത്ത് മറ്റൊരു ബ്രാഞ്ച് തുടങ്ങിയെന്നേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ, അപ്പൊ സാധനങ്ങളുടെ ക്വാളിറ്റി ഒക്കെ ഒരേപോലെ തന്നെയാണല്ലേ? ഗോമതി സ്റ്റോഴ്സ് എന്ന് വാങ്ങിയാലും ഇന്ദിര സ്റ്റോഴ്സ് എന്ന് വാങ്ങിയാലും ഒരേപോലെ തന്നെയാണല്ലേ എന്നൊക്കെ പറയും. പിന്നെ അല്ലാതെ എന്നൊക്കെ പറയാണ് സുകന്യ. അങ്ങനെ ഇവളെന്തൊക്കെയാ വിളിച്ച് പറയുന്നതെന്ന് പറയും. ധർമ്മൻ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇയാളെ സംസാരിച്ചൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം ധർമ്മൻ സുകന്യയോട് ചോദിക്കുകയാണ്, സുകന്യെ, നീ എന്തൊക്കെയാ വിളിച്ച് പറയുന്നത്? ഗോമതി സ്റ്റോഴ്സിന്റെ മറ്റൊരു ബ്രാഞ്ച് ആണെന്നോ? ആ കടയ്ക്കുള്ള പേരും പ്രശസ്തിയും ഒക്കെ ഇവിടെ എന്തിനാ ഉപയോഗിക്കുന്നത്? പുതിയ കടയിലേക്ക് മാറിയതിന് ശേഷവും വീണ്ടും ആ കടയെ ആശ്രയിച്ച് ജീവിക്കണമെന്നാണോ നീ പറയുന്നത് എന്നൊക്കെ പറയുമ്പോൾ, എൻ്റെ ധർമ്മേട്ട, ഇങ്ങനെ ജീവിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ഈ പുതിയ കടയിലേക്ക് വിശ്വാസമുള്ള കസ്റ്റമേഴ്സിനെ, സ്ഥിരം കസ്റ്റമേഴ്സിനെ ഉണ്ടാക്കണമെങ്കിൽ ഇതാണ് ഇപ്പൊ പറ്റിയ വഴി. ധർമ്മേട്ടൻ ഇതൊന്നും അറിയില്ല, ധർമ്മേട്ടൻ ഒരു പാവോ. അതുകൊണ്ട് ധർമ്മേട്ടൻ മിണ്ടാതെ ഏതെങ്കിലും ഒരു സൈഡിൽ ഇരുന്നാൽ മതി. ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം, എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. ധർമ്മേട്ടൻ നോക്കിക്കോ, ഗോമതി സ്റ്റോഴ്സ് ഞാൻ പൂട്ടിക്കും. നമ്മൾ പുതിയ കട തുടങ്ങിയതിന് അവരെന്തൊക്കെയാ ധർമ്മേട്ടനോട് പറഞ്ഞത്? നമ്മൾ ആരും നന്നായി ജീവിക്കരുത്, നമ്മൾ സ്വന്തം ജീവിതം നോക്കരുത്, എല്ലാ കാലത്തും അവരുടെ കീഴിൽ അടിമകളായിട്ട് ജീവിക്കണം. അതാണ് ബാലേട്ടന്റെയും ഗോമതി ചേച്ചിയുടെ ഒക്കെ മനസ്സിലിരിപ്പ്. അതൊന്നും നടക്കില്ല എന്ന് നമ്മൾ കാണിച്ചു കൊടുക്കണം. ഏത് വഴി ഉപയോഗിച്ചും ആ ഗോമതി സ്റ്റോഴ്സ് നമുക്ക് പൂട്ടിക്കണം ധർമ്മേട്ട എന്നൊക്കെ സുകന്യ പറയുമ്പോൾ, ധർമ്മൻ അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാനും പറ്റില്ല, സുകന്യയും സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നില്ല. എന്താന്ന് വെച്ചാൽ ചെയ്യുമെന്നും പറഞ്ഞ് ധർമ്മൻ അവിടെ മിണ്ടാതിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതേ സമയം ദേവമംഗലത്ത് ആകാശും ആര്യനും എല്ലാവരും വീട്ടിലെത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ മാമൻ ചെയ്ത ഈ കാര്യത്തെക്കുറിച്ച് എല്ലാവരും കൂടെ ഡിസ്കസ് ചെയ്യാണ്. അവൻ ചെയ്തത് വലിയ ചതിയാണെന്നൊക്കെയാണ് ബാലനും ഗോമതിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം മീനും എന്തായാലും മാമൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്. മിത്രയും അതേ കാര്യം തന്നെയാണ് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ആകാശും ആര്യനും ഒക്കെ പറയുന്നുണ്ട് കേട്ടോ, ഇതിന്റെ പിന്നിൽ വേറെന്തോ ചതിയുണ്ട്. ചിലപ്പോൾ മാമനെ ഉപയോഗിച്ചുകൊണ്ട് ആ അച്യുതൻ എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, അയാളായിരിക്കും ഇതെല്ലാം ചെയ്തത്. പാവ മാമൻ അതിൽ പെട്ടുപോയതായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ആനന്ദ് പറയണേ, ഞാനും അച്ഛനും നേരിട്ട് ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടതാണ്. മാമൻ ഉദ്ഘാടനത്തിനൊക്കെ കൂട്ടുനിന്നതിന് ശേഷം എല്ലാരോടൊപ്പം കടയിലേക്ക് കയറി പോകുന്നതൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടതാണ്. ഇല്ലെങ്കിൽ തന്നെ മാമന്റെ ഏട്ടന്മാരെന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ച് മാമൻ അതിന് കൂട്ടു നിൽക്കേണ്ട ആവശ്യമുണ്ടോ? ഇതൊന്നും പറ്റില്ല എന്ന് മാമന് പറയായിരുന്നല്ലോ. പക്ഷെ ആ മനുഷ്യൻ പറഞ്ഞിട്ടില്ല. അച്ഛനോട് ഒരു ദേഷ്യം മാമൻ ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് ചെയ്തതായിരിക്കും എന്നൊക്കെയാണ് ആനന്ദ് പറയുന്നത്. ഏട്ടനും ഇങ്ങനെയാണോ പറയുന്നത് എന്നൊക്കെ ആര്യം ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും ആ വിഷയമൊക്കെ അവസാനിപ്പിച്ചതിന് ശേഷവും ആര്യന് വീണ്ടും വീണ്ടും ഇങ്ങനെ ചിന്ത വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിന്റെ പിന്നിൽ വേറെ എന്തോ ഉണ്ട്, ആരോ എന്തോ ഒരു കളി കളിച്ചിട്ടുണ്ട്. അല്ലാതെ മാമൻ സ്വന്തമായിട്ട് ചിന്തിച്ച് ഇത്രയും വലിയ ചതിയൊന്നും പ്ലാൻ ചെയ്യില്ല. അത്രമാത്രം ഒരു ദുഷ്ട
ദുഷ്ടനൊന്നും അല്ല മാമൻ എന്നൊക്കെ ആര്യൻ ഇങ്ങനെ മിത്രയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം മിത്ര പറയുന്നുണ്ട്, എനിക്കും അത് തന്നെ തോന്നുന്നത് ആര്യ, കൊച്ചച്ഛൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല, ഇതിൻ്റെ പിന്നിൽ എന്താന്ന് നമ്മൾക്ക് കണ്ടുപിടിക്കണം എന്ന് പറയുമ്പോൾ ആര്യൻ, ഇപ്പം തന്നെ ഞാൻ നേരിട്ട് മാമനോട് പോയി ചോദിക്കാം, എന്നാലേ കാര്യം മനസ്സിലാവുള്ളൂ, ഞാനിപ്പോൾ വരാം മിത്രേ എന്നും പറഞ്ഞ് ആര്യൻ ഇറങ്ങുകയാണ് കേട്ടോ. ആരോടും പറയാതെ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. നേരെ ഇന്ദിര സ്റ്റോഴ്സിലേക്ക് പോകുന്നു. അവിടെ ഇങ്ങനെ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സുകന്യയും ധർമ്മനും കൂടെ അലോക് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇവർക്ക് എന്തെങ്കിലും ഹെൽപ്പിന് ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ച് അവിടെ നിൽക്കുകയാണ്. അങ്ങനെ ഗോമതി സ്റ്റോഴ്സിന്റെ മറ്റൊരു ബ്രാഞ്ചാണ് ഇന്ദിര സ്റ്റോഴ്സ് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരോടും വരുന്നവരോടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സുകന്യ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ അലോക് സുകന്യയോട് പറയണം, എന്തായാലും സുകന്യ ചേച്ചിക്ക് ജീവിക്കാൻ അറിയാം, കൊച്ചച്ഛൻ സുകന്യ ചേച്ചിയുടെ കൂടി ഇതേപോലെ ജീവിക്കാൻ പഠിക്കണം, എന്നാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ കൊച്ചച്ഛ എന്നൊക്കെ അലോക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ആര്യൻ അങ്ങോട്ട് കയറി വരുന്നത്. എന്നിട്ട് അപ്പം അലോക് ഇങ്ങനെ വിചാരിക്കുകയാണ്, ഇവൻ എന്താ ഇവിടെ, എന്തായിരിക്കും ഇവൻ്റെ ഉദ്ദേശം, എന്തിനാ ഇവൻ വന്നത് എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ സുകന്യ പെട്ടെന്ന് ആര്യനെ കണ്ടതും പറയാണ്, ഇതാരാ, ആര്യനോ, നിന്നെ ഇവിടെ ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലോ, കുറച്ചു മുമ്പല്ലേ നിന്റെ വീട്ടിൽ നിന്ന് ധർമ്മേട്ടനെ ആട്ടി ഇറക്കി വിട്ടത്, എന്നിട്ടിപ്പോൾ നീ എന്തിനാ പിന്നാലെ വന്നിരിക്കുന്നത്, ധർമ്മേട്ടനെ വീണ്ടും എന്തെങ്കിലും പറയാൻ വന്നതാണോ നീ, അതൊന്നും ഇവിടെ നടക്കില്ല, നീ പോവാൻ നോക്ക് എന്നൊക്കെ സുകന്യ ഇങ്ങനെ പറയുമ്പോൾ സുകന്യ ചേച്ചി ചൂടാവല്ലേ, ഞാനൊന്നും പറയാൻ വന്നതല്ല, ആരോടും വഴക്കിടാൻ വന്നതുമല്ല, മാമനോടൊന്ന് സംസാരിക്കണം, അതിനാണ് ഞാൻ വന്നത്, മാമ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് എന്ന് പറയുമ്പോൾ എനിക്കൊന്നും നിന്നോട് പറയാനില്ല എന്നിങ്ങനെ ധർമ്മം പറയാണ് കേട്ടോ. മാമ അത് ഞാൻ പറയാൻ വന്നത് എന്ന് പറഞ്ഞ് ആര്യൻ ഇങ്ങനെ തുടങ്ങുമ്പോൾ എനിക്കൊന്നും പറയാനില്ല എന്നല്ലേ പറഞ്ഞത്, അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ നീയോ നിന്റെ വീട്ടുകാരോ എന്നെങ്കിലും വിശ്വസിച്ചിട്ടുണ്ടോ, എന്നെ എന്നെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ, ഇല്ലല്ലോ, അവിടെ പറഞ്ഞത് തന്നെയാ എനിക്ക് നിന്നോട് പറയാനുള്ളൂ, എന്നെ വേണ്ടാത്തവരെ എനിക്കും വേണ്ട, അത്ര തന്നെ, നീ ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ നോക്കുക ആര്യ എന്ന് പറയുമ്പോൾ ആര്യൻ അതല്ല മാമ എന്നും പറഞ്ഞു ആര്യൻ ഇങ്ങനെ തുടങ്ങുമ്പോൾ അലോക് അവിടെ നിന്ന് പാഞ്ഞു വരികയാണ് കേട്ടോ. നിനക്ക് ഒരിക്കൽ പറഞ്ഞാൽ മനസ്സിലാവില്ലേടാ, കൊച്ചച്ഛൻ എന്താ നിന്നോട് പറഞ്ഞത്, ഇറങ്ങി പോകാനല്ലേ പറഞ്ഞത്, ഇറങ്ങി പോകാൻ പറഞ്ഞാൽ ഇറങ്ങി പൊയ്ക്കോണം, ഇല്ലെങ്കിലുണ്ടല്ലോ നീ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും എന്നൊക്കെ അലോക് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീ ആരടാ എന്നെ തല്ലാൻ, വാടാ നീ തല്ല എന്നൊക്കെ പറഞ്ഞ് അലോകിനെ തിരിച്ച് തല്ലാൻ പോവാണ്. അങ്ങനെ അവർ തമ്മിൽ ഒരു ഫൈറ്റ് നടക്കുന്നു. അപ്പോൾ ഈ സുകന്യ അവിടെ വെറുതെ ഇരിക്കുകയാണല്ലോ. അപ്പോൾ പിന്നെ ഒരു ടൈം പാസിന് വേണ്ടി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവർ തമ്മിൽ അടി ഉണ്ടാക്കുന്നുണ്ടല്ലോ ആര്യനും അലോകും തമ്മിൽ, അതിന് ഫോണിൽ ഒരു വീഡിയോ എടുക്കുകയാണ് കേട്ടോ. വീഡിയോ എടുത്ത് നമ്മുടെ മിത്രയ്ക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ വീട്ടിലിരുന്ന് മിത്ര ആ വീഡിയോ കണ്ട് പേടിച്ചിട്ട് അപ്പച്ചിയോടും മീനുവിനോടും ഒക്കെ പോയി പറയുന്നുണ്ട്, അവരവിടെ കടയിൽ അടി ഉണ്ടാക്കുകയാണ്, സുകന്യ ചേച്ചി എനിക്ക് വീഡിയോ അയച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവസാനം ധർമ്മൻ രണ്ടുപേരെയും പിടിച്ചു മാറ്റി നീ വീട്ടിലേക്ക് പോകാൻ നോക്ക് ആര്യ എന്നൊക്കെ പറഞ്ഞ ശേഷം ആര്യൻ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. വന്ന ഉടനെ മിത്ര ഇതിനെക്കുറിച്ചൊക്കെ ആര്യനോട് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും ഉണ്ടായില്ല എന്നൊക്കെയാണ് ആര്യൻ പറയുന്നത്. ഞാൻ വീഡിയോയിലെല്ലാം കണ്ടു ആര്യ എന്നൊക്കെ പറഞ്ഞ് മിത്ര വീഡിയോ ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് അലോകും മറ്റുള്ളവരൊക്കെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ അവരെത്തിയത് കണ്ട ഉടനെ മിത്ര ഓടിപ്പോയി അലോകിനോട് വഴക്കുണ്ടാക്കുകയാണ് കേട്ടോ. നീ ആര്യനെ തല്ലിയല്ലടാ, എന്തിനാടാ ആര്യനെ തല്ലിയതെന്ന് ചോദിച്ചിട്ടാണ് അലോകിനോട് വഴക്കുണ്ടാക്കുന്നത് കേട്ടോ. അലോകാണെങ്കിൽ ഇപ്പോൾ പകുതി നല്ലവനായിട്ടുണ്ടല്ലോ, അതുകൊണ്ട് മിത്രയോട് തിരിച്ചൊന്നും പറയുന്നില്ല, ഇങ്ങനെ സൈലൻ്റ് ആയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ആര്യൻ ആ സമയത്ത് മിത്രയെ പിടിച്ചു മാറ്റി സമാധാനിപ്പിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ സംഭവിക്കാൻ പോകുന്നത്. ബാക്കിയൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം അല്ലേ. താങ്ക് യു, ബൈ.